ശ്രീ റെജി ലൂക്കോസ്, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും വരുന്നത്. അങ്ങേയറ്റം ഗുരുതരമായ ആരോപണവും. ഇവിടെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ചില പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. ചിലർ അവരുടെ പെൺകുട്ടികളെ ഉയർന്ന നിലകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ടീം സെലക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ മനുവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി പൈസ വരെ കൊടുത്ത് സ്വാധീനിക്കുന്നു, പണം നൽകി സ്വാധീനിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്തായാലും ഇയാളൊരു പഠിച്ച ക്രിമിനൽ തന്നെയാണ്. വർഷങ്ങൾ ഇത് വച്ചു നടത്തി എന്നുള്ളത് തന്നെയാണ്. അർത്ഥമില്ല. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ശ്രീകുമാർ, താങ്കളത് മനസ്സിലാക്കണേ, ക്രിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം അതോറിറ്റി അല്ല. ഞങ്ങൾക്കെല്ലാം ക്രിക്കറ്റിനെ കുറിച്ചുണ്ട്. ഇന്ത്യയിൽ ഒരു മതമായ ക്രിക്കറ്റ്. ഞാൻ 2 ഇന്റർനാഷണൽ ഏകദിനം കണ്ടിട്ടുള്ള, ഒന്ന് ചെന്നൈയിലും ബാംഗ്ലൂരും. നിങ്ങൾക്ക് അറിയണമെങ്കിൽ അങ്ങോട്ട് പറയാം. കുഞ്ഞുനാൾ പോലെ ഈ കായിക ഇനത്തിനോട് താല്പര്യമുണ്ട്. എന്നെ പോലെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. എനിക്ക് അതിന് സമയമറിയാം. ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ദേശീയ തലത്തിൽ കളിക്കുന്ന ടിനു യോഗൻ. താങ്കൾ എന്ത് പറഞ്ഞുകൊണ്ടേ പറഞ്ഞത്? 1983 കപിൽദേവിന്റെ നേതൃത്വത്തിൽ രാജ്യത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഏകദിന വേൾഡ് കപ്പിൽ പങ്കാളി ആയത് ഒരു മലയാളിയുണ്ട്, സുനിൽ വാത്സൻ. അദ്ദേഹത്തിന് കളത്തിലിറക്കിയിട്ടില്ല, ഇപ്പൊ സഞ്ജു സാംസനെ പോലെ. അതിനുശേഷം വേറൊരാൾ ദേശീയ തലത്തിൽ കളിച്ചിട്ടുണ്ട്, അനന്തപത്മനാഭൻ. കേരളത്തിൽ ക്രിക്കറ്റ് ടീമിന്റെ രോമാഞ്ചം അണിയിച്ച പ്ലെയറും ദീർഘകാലം ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹവും ഒരു കളിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടില്ല, എന്റെ ഓർമ്മ, ബാംഗ്ലൂർ ഏകദിനത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചുമ്മാ ഞങ്ങളൊന്നും വിശ്വസിക്കുന്നു പറയരുത്. അതിലൊക്കെ കൂടി എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ നിരാശപ്പെടുത്തുകയും ചെയ്ത 2 മറുപടി അദ്ദേഹം പറഞ്ഞു. ആ പ്രിയ സുഹൃത്ത്, ഞങ്ങൾ ആദ്യം ഒന്ന് പറയാം, KCA മുഴുവൻ ഭാരവാഹികളും കുറ്റവാളികളാണെന്ന് ഞങ്ങൾ ആരും പറയത്തില്ല. അതിനകത്ത് ജെന്റിൽമാൻമാരായിട്ടുള്ള 3-4 പേരുണ്ടല്ലോ. 1-2 പേരെ എനിക്കും അറിയാം, അത്ര അടുത്ത ബന്ധമില്ലെങ്കിലും. നിങ്ങൾ എന്താ പറഞ്ഞേ? ട്രിവാൻഡ്രം ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിലാണ്, ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന്. അപ്പൊ നിങ്ങളാ യു ആർ ദി അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ സ്റ്റേറ്റ്. നിങ്ങളാണ് അതിന് ഉത്തരവാദി. നിങ്ങളെ വിശ്വസിച്ചേ കുട്ടികളെ വിടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകും. ഓരോ ജില്ലക്കാർ സ്വന്തമായിട്ട് നടത്തട്ടെ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് എന്തൊരു ഗുരുതരമായ ആരോപണ. 2022 നിങ്ങൾക്ക് ആദ്യ പരാതി കിട്ടുന്നത്. ഞാൻ പൂർത്തീകരിക്കട്ടെ സുഹൃത്തെ. ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യല്ല. 2022 ഇത് രാഷ്ട്രീയ ചർച്ചയല്ല. ഇത് കേരളത്തിലെ പെൺകുഞ്ഞുങ്ങളെ ബാധിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളെ ബാധിക്കുന്ന ചർച്ചയാണ്. താങ്കൾ ഇതിനകത്ത് രാഷ്ട്രീയം ആരോപിച്ചു. എത്ര ലജ്ജാകരമാ താങ്കൾ. ഞാനിവിടെ ഒരു രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ല 2022 2016 ഞങ്ങൾക്ക് അറിയാം, 18 കൊടുത്തിട്ടുണ്ട്. ഇനി 2022 ഞാൻ സമ്മതിക്കാം ഭാഗത്തിന് വേണ്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പരാതി കിട്ടി നിങ്ങൾ സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാണ് ഈ വർഷം 16 രാജിവെച്ച ഈ കൊടും ക്രിമിനലിനെ നിങ്ങൾ വീണ്ടും പിങ്ക് ടൂർണമെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്തത്? അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? കേരളത്തിനോട് നിങ്ങൾ പറയണ്ടോ? യു ആർ ആൻസറബിൾ ടു ദ സൊസൈറ്റി 100%. ദർ ഇസ് നോ ഡൗട്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? വികാരമുണ്ട്, വിഷമമുണ്ട്. ഞങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളുള്ള ആ മേനോൻ സാർ പറഞ്ഞിട്ട് മറ്റേ അദ്ദേഹം പറഞ്ഞ ക്ലിയർ അല്ല. ആ മേനോൻ സാർ പറഞ്ഞപ്പം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു അധോലോകത്തിനെ പോലെയാണ് അത്. എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ ഒരിക്കലും എല്ലാവരും ടാർഗറ്റ് ചെയ്തില്ല. ഈ കേരളത്തിലെ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു സഞ്ജു സാംസൺ ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ ചാലഞ്ച് ചെയ്യൂ. നിങ്ങൾ നിഷേധിക്കേ. കുട്ടികളെ, മിടുക്കരായിട്ടുള്ള കുട്ടികളെ ഇവർ പറയുന്നതിന് വഴങ്ങിയില്ലെങ്കിൽ, ഇവർ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ആ കുട്ടികളെ നിഷ്കരണം തള്ളിക്കളയുക, അവരുടെ ഭാവിയെ തൊലയ്ക്കുക. നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളോടാ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കൂ. നിങ്ങളൊരു സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് വേറെ രാജ്യത്തല്ലേ വയ്ക്കുന്നത്. ജനാധിപത്യ ഇന്ത്യയിലാണ്, ജനാധിപത്യ കേരളത്തിലാ. നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ BCCIയുടെ കീഴിലായിരിക്കാം, പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഇതുപോലത്തെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്, ഇവിടുത്തെ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. ഈ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ ആലോചിച്ചേ, ചങ്ക് തകർന്നാണ് 2 മാതാപിതാക്കളോട് ഇരിക്കുന്നത്. അവരുടെ കുട്ടികളെ നിങ്ങളുടെ കോച്ച് ദ്രോഹിച്ചതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ അവരെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളും. ഞങ്ങൾ മനുഷ്യരാ. ആ മാതാപിതാക്കൾ ഈ ചർച്ചയിൽ വന്ന് തന്റെ കുഞ്ഞുങ്ങളെ ക്രെഡിബിൾ എലിജിബിൾ ആയിട്ട് പോലും തകർത്തുവെന്ന് പറഞ്ഞതും, ഒരു കുഞ്ഞിന്റെ അച്ഛൻ വന്ന് വേദനിച്ച് പറഞ്ഞതും, ഇതൊക്കെ കേരളം കേൾക്കുമല്ലേ സുഹൃത്തെ? ഇതിനൊക്കെ മിണ്ടായിരിക്കണോ? നിങ്ങളോട് ഒരു വിട്ടുവീഴ്ചയും തയ്യാറില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തെങ്കാശി കൊണ്ടുപോയി ഈ കൊടും ക്രിമിനൽ കുഞ്ഞുങ്ങളെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, കൊച്ചുകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ എടുത്തു. ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? പിന്നെ എങ്ങനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്? എങ്ങനെയാണ് സുഹൃത്ത് നിങ്ങൾ പറഞ്ഞേ? നിങ്ങളെ എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ പോക്സോ കേസിൽ? എനിക്ക് കൊണ്ടൊരു പെൺകുഞ്ഞ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അതാണ് ആദ്യം. യു ആർ ആൻസറബിൾ. നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. നിസ്സാര കാര്യമൊന്നുമില്ല ഇത്. ഇന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനൻ TV ഇന്ന് ചർച്ചയ്ക്ക് എടുത്ത് ഞാൻ റിയലി അപ്രീഷിയേറ്റ്. പൊതുസഭ വരണം. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? 2022 കിട്ടിയെന്ന്. പിന്നെ എന്തിനാണ് 2024 ഏപ്രിൽ 16 ഈ പരാതികളുടെ ഘോഷയാത്ര നടന്നപ്പോൾ അവൻ രാജിവെച്ചു. അവനെ നിങ്ങൾ വീണ്ടും വിളിച്ച് ഈ പെൺകുഞ്ഞുങ്ങളുടെ, നിങ്ങളെ വിശ്വസിച്ച് മാത്രമേ ഈ അക്കാദമിയിലേക്ക് വിടുന്ന പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക എന്നാണ് നിങ്ങൾ എന്തിനു അപ്പോയിന്റ് ചെയ്തു?